ഗായകൻ കൂടിയായ ഫാദർ ബിബിൻ ജോർജ് പാട്ടുവിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സെയ്ഫ് നിസ അലിയാർക്കൊപ്പം. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽ തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. പാട്ട് പാടുന്നവരെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പാട്ട് പാടുന്ന അച്ഛനാണെങ്കിലോ എല്ലാവരുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാവും, അച്ഛന്മാർ ഇങ്ങനെയൊക്കെ പാട്ട് പാടുമോ എന്ന്. വളരെ ഫാസ്റ്റ് നമ്പേഴ്സ് വരെ പാടി മലയാളികളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയ ഒരു ഫാദറിനെയാണ് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ പരിചയപ്പെടുന്നത്. ഫാദർ ബിബിൻ ജോർജ്. ഫാദറിൻ്റെ ഏറ്റവും ഞാൻ ആദ്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുകൂടിയായ ചാന്ദിനി ചോദിച്ച ചോദ്യമാണ്, നീ എന്തിനാണ് ചക്കരയെ പള്ളിയിലച്ചനായെന്ന്. അത് ഞാൻ എന്താ പറയുക, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൻ്റെ നിയോഗം ഇതായിരുന്നു. അത് ഞാൻ കുറച്ചുകൂടി നേരത്തെ, എല്ലാവരും പ്രായമായിട്ടൊക്കെ എനിക്ക് കണ്ടുപിടിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി നേരത്തെ അതിലേക്ക് വന്നു. ഈ ഒരു ലൈഫ് ആക്ച്വലി നമ്മളുടെ തിരഞ്ഞെടുപ്പും കൂടെ അല്ല, ദൈവത്തിൻ്റെ ഒരു കോൾ ഉണ്ടായില്ല. എത്ര തലമുത്തി പറഞ്ഞാലും ആ ദൈവവിളി നമ്മൾ അവിടെ എത്തേണ്ടടുത്ത് എത്തും എന്ന് പറയണ പോലെയാണ്. നമ്മളുടെ ലൈഫിൽ അത് സംഭവിക്കും. നമ്മളതിന് ഓക്കെ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ വെറുതെ റിജിഡായിട്ട് നിന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി, ഡിപ്രസ്ഡ് ആയി, അങ്ങനെ പോകാമായിരുന്നു ഇങ്ങനെ പോകാമായിരുന്നു എന്നൊന്നുമില്ല. ലൈഫിനെ കുറച്ചുകൂടെ ഹോപ്പ്ഫുള്ളി മുന്നോട്ട് നോക്കാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ടാലൻ്റ് അല്ല, ഇൻബോൺ ആണത്, ഗിഫ്റ്റാണ്, ഗോഡ് ഗിഫ്റ്റാണ്. സോ എനിക്കറിയാം ദൈവം എവിടെ നിർത്തിയാലും അത് അതിന് പറ്റിയ ഇടങ്ങളിലായിരിക്കും എന്നെ നിർത്തുന്നത്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി, സുഗന്ധം നായല്ലേ, മരന്തം തീരല്ലേ, കെടാതെ നാളമേ നാളമേ ആളൂതി. ഇപ്പം ഇങ്ങനെ ഒരു വൈദിക വേഷത്തിലേക്കൊക്കെ മാറുമ്പോൾ, അല്ലെങ്കിൽ ആ വൈദിക ജീവിതത്തിലേക്കൊക്കെ മാറുമ്പോൾ എല്ലാവരുടെ ഉള്ളിലുണ്ടാകുന്നവരുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മാറുകയാണോ എന്ന്. പക്ഷേ അച്ഛനെ കാണുമ്പോഴാണ് അതൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ലൈഫ് പോയില്ലേ. അതാണ് ലൈഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ് പീസ് കണ്ടുപിടിക്കലാണ് നിയോഗം എന്നൊക്കെ പറയുന്നത്. അത് മിക്കവരും നിർഭാഗ്യവശാൽ കണ്ടെത്തുന്നത് ഒരു ഏജ് കഴിഞ്ഞാണ്. ലൈഫ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഇപ്പോഴത്തെ യൂത്തൊക്കെ വളരെ വൈബ്രൻ്റ് അല്ലേ, അവർ എൻജോയ് ലൈഫ് വിത്ത് ഗോഡ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയും ഞങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ സജീവമായിട്ട് പാട്ട് പഠിക്കാനൊക്കെ പോയെങ്കിൽ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു പാട്ടുമായിട്ടാണ് ഇന്ന് ഫാദർ ബിബിൻ ജോർജ് ഈ ക്രിസ്മസ് ദിനത്തിൽ റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പം കൂടിയിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ മനോഹരമായ ഗാനങ്ങളുമായി ഈ അച്ഛൻ വേഷത്തിൽ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഫാദർ ബിബിൻ ജോർജ് നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ സെയ്ഫ് നിസ അലിയാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി. അങ്ങനെ 2 അച്ഛനല്ല 3 അച്ഛനായി. ആ ബ്രോയും കൊള്ളാം. ഫാദർ ബ്രോ, എന്റെ പള്ളിയുടെ അടുത്തുള്ള നിങ്ങൾ എല്ലാവരും ഒരു ടീമാണല്ലേ? അതെ.